ആർഷ ഋഷിയുടെ ഒരു വാക്കുണ്ട്. എന്താണ് പ്രാപഞ്ചിക വീക്ഷണം? എന്താണ് ഭാരതത്തിന് ലോകത്തിന് കൊടുക്കാനുള്ള പ്രാപഞ്ചിക വീക്ഷണം? ഇന്ന് രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് ചേർന്നാൽ ഈ ഭൗമാന്തരീക്ഷത്തിൻ്റെ ചൂട്, സ്കൂളിൽ കുട്ടികൾക്ക് പ്രസംഗിക്കാൻ കൊടുക്കുന്ന വിഷയം ഇന്നത്തെ ഈ പ്രകൃതിയിലെ ചൂട്, ഏതെങ്കിലും വലിയ ശാസ്ത്രകാരന്മാർ ഒരുമിച്ച് ചേരുക, സർവ്വ ഇടങ്ങളിലും ചർച്ച മുഴുവൻ ഭൗമാന്തരീക്ഷത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ, പരിസ്ഥിതിയുടെ മാറ്റങ്ങൾ. ഇതെന്താ ഇങ്ങനെ? ഇതിനെല്ലാം ഭാരതം കൊടുത്ത സുന്ദരമായിട്ടുള്ള ഉത്തരമാണ് ഈ ഗോവർദ്ധന പൂജ. ആ പൂജയ്ക്ക് സപ്പോർട്ടായി നമ്മുടെ ആചാര്യൻ്റെ വാക്കാണ് മാതർ മേദിനി താതമാരുത സഖേ തേജ സുബന്ധോജല ഭ്രാതർ വ്യോമയേന നിബദ്ധ ഏവാം അന്ത്യപ്രണാമാഞ്ജലി എന്ന മനോഹരമായ ആചാര്യവാണിയുണ്ട്. എന്താണ് ഈ പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളോടുള്ള നമ്മുടെ സമീപനം? ഒന്നാമത്തെ സമീപനം മാതർ മേദിനി, ഈ അമ്മ, ഈ ഭൂമി എനിക്ക് അമ്മയാണ്. താതമാരുത, ഈ കാറ്റുണ്ടല്ലോ, വായു ഉണ്ടല്ലോ, എനിക്ക് അച്ഛനാണ്. സഖേ തേജ, എൻ്റെ കൂട്ടുകാരനാണ് ഈ തേജ, അഗ്നി എൻ്റെ കൂട്ടുകാരനാണ്. സുബന്ധോ ജല, ഈ ബന്ധുക്കളായിരിക്കുന്നവരൊക്കെ ജലം എൻ്റെ ബന്ധുവാണ്. ഭ്രാതർ വ്യോമ, എൻ്റെ സഹോദരനാണ് ആകാശം. എൻ്റെ കുടുംബാംഗങ്ങളായി ഈ പ്രകൃതിയിലെ സർവ്വതിനെയും ഞാൻ കണ്ട് ആരാധിച്ച് ആ പ്രകൃതിയെ ഞാൻ സംരക്ഷിച്ച് അവയുടെ സഹായത്തോടു കൂടി ഞാൻ ഈ ലോകത്ത് ജീവിച്ചു. എൻ്റെ അവസാനത്തെ ആ ഊർധ്വശ്വാസവും കഴിഞ്ഞ് ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണ്. അതുകൊണ്ട് ഇത്രയും കാലം എന്നെ സംരക്ഷിച്ച അല്ലയോ ഭൂമാതാവേ, അല്ലയോ വായുദേവ, അല്ലയോ കാറ്റേ, അല്ലയോ ആകാശമേ, അല്ലയോ ജലമേ, സർവരും നിങ്ങളുടെ സംഘം കൊണ്ടാണ് എൻ്റെ ജീവിതം അഭിവൃദ്ധി പ്രാപിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അന്ത്യപ്രണാമഞ്ജലി. വൈരാഗ്യ ദശകത്തിലെ 100-ാം ശ്ലോകം പ്രകൃതിയോടുള്ള നമ്മുടെ ഈ കാഴ്ചപ്പാടാണ്.